കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ഇന്നത്തെ ഈ മന്നയുടെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 2020 ഡിസംബർ 8 തീയതി മുതൽ 2021 ഡിസംബർ 8 തീയതി വരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഗോള കത്തോലിക്ക സഭയെ വിശുദ്ധ ഔസേപ്പിതാവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഔസേപ്പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. 1870 9 പിയൂസ് മാർപ്പാപ്പ ഔസേപ്പിതാവിനെ സാർവത്രിക സഭയുടെ മധ്യസ്ഥനും സംരക്ഷകനുമായി പ്രഖ്യാപിച്ചതിൻ്റെ 150 വാർഷികം ആഘോഷിക്കുന്ന ഈ നാളുകളിൽ ഔസേപ്പിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ചിന്തിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. സഭയിൽ വിശുദ്ധ യൗസേപ്പിതാവിന് വലിയ സ്ഥാനമുണ്ട്. പരിശുദ്ധ മാതാവ് കഴിഞ്ഞാൽ സഭയിൽ വിശുദ്ധരിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ളത് വിശുദ്ധ യൗസേപ്പിതാവ് തന്നെയാണ്. അതുകൊണ്ട് അതിന് തെളിവാണ് അനേകം ദേവാലയങ്ങൾ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പേരിലുണ്ട്, അനേകം സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ വിശുദ്ധ യൗസേപ്പിതാവിനെ വളരെ പ്രത്യേകമായി സ്മരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ എല്ലാവരും തന്നെ വിശുദ്ധ യൗസേപ്പിതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇയർ ഓഫ് സെയിൻറ്റ് ജോസഫ് ആയിട്ട് പ്രഖ്യാപിച്ചെങ്കിൽ, യൗസേപ്പിതാവിൻ്റെ വർഷമായി പ്രഖ്യാപിച്ചെങ്കിൽ അതൊരു യാദൃച്ഛികമായി എടുത്ത ഒരു തീരുമാനമല്ല, മറിച്ച് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം നമ്മുടെ കുടുംബങ്ങളിൽ സഭയിൽ ധാരാളം ദൈവകൃപ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം വഴി തമ്പുരാൻ ചൊരിയും എന്നതിന് ഒരു സംശയമില്ല. സഭയിൽ നമ്മൾ 3 തിരുനാളുകൾ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പേരിൽ ആഘോഷിക്കുന്നുണ്ട്. മാർച്ച് 19 യൗസേപ്പിതാവിൻ്റെ മരണത്തിരുനാൾ, മെയ് 1 തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ, ഡിസംബർ 30 തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ. തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ യൗസേപ്പിതാവിൻ്റെയും കൂടെ തിരുനാളാണ്. അതുപോലെ സഭയിൽ അനേകം കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ട്, പേട്രൺ സെയിൻ്റായിട്ട് വിശുദ്ധ യൗസേപ്പിതാവിനെ സഭ ഓർക്കുന്നുണ്ട്, അനുസ്മരിക്കുന്നുണ്ട്. ഒന്ന്, സാർവത്രിക സഭയുടെ സംരക്ഷകനാണ് അദ്ദേഹം. അപ്പോൾ ഈ യൗസേപ്പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിക്കാനുള്ള കാരണം പോലും അതാണ്. സാർവത്രിക സഭയുടെ സംരക്ഷകനായി യൗസേപ്പിതാവിനെ മാർപ്പാപ്പ പ്രഖ്യാപിച്ചതിൻ്റെ 150ാമത്തെ വാർഷികമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ തിരുസഭ വളരെയധികം ക്രൈസിസിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന എന്താ? വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടി സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, സഭാ നേതൃത്വത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വിശുദ്ധ യൗസേപ്പിതാവ് പിതാക്കന്മാരുടെ മധ്യസ്ഥനാണ്, അപ്പന്മാരുടെ മധ്യസ്ഥനാണ്. അവൻ നല്ല ഒരു അപ്പനാകാനുള്ള കൃപ എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി, ഉണ്ണിയേശുവിനെ വളർത്തിയതുപോലെ എൻ്റെ മക്കളെയും വിശുദ്ധിയിൽ വളർത്തുവാനുള്ള കൃപ എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞാനെന്ന അപ്പൻ യൗസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം. യൗസേപ്പിതാവ് എന്നെ അതിന്
സഹായിക്കാനായിട്ട് പറ്റും. അതുപോലെ എൻ്റെ കുടുംബത്തോടുള്ള എൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനായിട്ട്, എൻ്റെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ, വളർത്താൻ, അധ്വാനിക്കാൻ ഒക്കെ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എനിക്ക് സാധിക്കും. ഇനി മരണാവസ്ഥയിലുള്ളവരുടെ മധ്യസ്ഥനാണ്, അതുപോലെ നല്ല മരണത്തിൻ്റെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. അപ്പോൾ മരണക്കിടക്കയിലുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം തേടി അവർക്ക് നല്ല മരണം ലഭിക്കുന്നതിന് വേണ്ടി. ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മരണം വരെ ഒരുവനെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. കാര്യം എങ്ങനെയായിരുന്നു അവൻ്റെ മരണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം തേടി നല്ലൊരു മരണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ യാത്രക്കാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. അപ്പോൾ നമ്മുടെ തൊഴിൽ മേഖലകൾ, നമ്മുടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ, അവിടെ ദൈവഹിതമനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുവാൻ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കണം. അല്ല, ജോലി മേഖലകളിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ യൗസേപ്പ് പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും അദ്ദേഹം നമ്മളെ സഹായിക്കും. ഇനി യൗസേപ്പ് പിതാവിൻ്റെ മറ്റൊരു വിശേഷമായ കന്യാവൃതക്കാരുടെ കാവൽക്കാരനാണ് യൗസേപ്പ് പിതാവ്. നമ്മുടെ സിസ്റ്റേഴ്സ് എപ്പോഴും പറയും, നമുക്ക് യൗസേപ്പിൻ്റെ പക്കലേക്ക് പോകാം എന്നാണ് അവർ പറയുന്നത്. അവരെ സംരക്ഷിക്കാൻ, അവരേറ്റെടുത്ത ആ വ്രതം പൂർത്തീകരിക്കാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി യൗസേപ്പിൻ്റെ പക്കലേക്ക് നമുക്ക് പോകാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം നമ്മളെ ഒത്തിരി സഹായിക്കും. അതുപോലെ കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ് യൗസേപ്പ് പിതാവ്. അപ്പോൾ നമ്മുടെ കുടുംബവും തിരുക്കുടുംബം പോലെ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും സാക്ഷ്യമായി തീരാനായി വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും യൗസേപ്പ് പിതാവിന് തിരുസഭയിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയൊരു സ്ഥാനമുണ്ട്. പരിശുദ്ധ കന്യകാമറിയം ദൈവ കൃപ നിറഞ്ഞ ആ സ്ത്രീയെ സ്വർഗം തിരഞ്ഞെടുത്തതാണ്. ദൈവപിതാവിൻ്റെ പ്രത്യേക ക്ഷണപ്രകാരം ഭൂമിയിൽ ആ മകളെ തിരഞ്ഞെടുത്തു. ആ മകളുടെ കൂടെ നിൽക്കുവാനായിട്ടുള്ള വ്യക്തിത്വത്തെയും അതോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ്. ആ വ്യക്തിത്വത്തെയും സ്വർഗം തന്നെ തിരഞ്ഞെടുത്തത് അല്ലേ. അതിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ അറിയാം എങ്ങനെയാണ് ആ തിരഞ്ഞെടുപ്പ് കടന്നു വന്നതെന്ന്. അന്നത്തെ കാലത്തെ നിയമത്തിൻ്റെ രീതി അനുസരിച്ചിട്ട് വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടും. ശരിക്കു പറഞ്ഞാൽ പരിശുദ്ധ അമ്മയ്ക്ക് ഉള്ള കല്ലേറ് തടയാനായിട്ടുള്ള ഒരു പരിചയമായിരുന്നു ഔസേപ്പ് പിതാവ്. ദൈവം തിരഞ്ഞെടുത്ത ഈ സ്ത്രീയെ മനുഷ്യർ കല്ലെറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നീതിമാനായ, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ പാലകനെ ഒരു പരിചയം എന്ന പോലെ ഒരു ഭർത്താവ് എന്ന രീതിയിൽ ലോകത്തിൻ്റെ മുമ്പിൽ നിർത്തിക്കൊടുത്തു. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും അറിയാം തങ്ങൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതവും, അതോടൊപ്പം തന്നെ ഇപ്പോൾ ബ്രദർ പറഞ്ഞതുപോലെ ഔസേപ്പ് പിതാവിൻ്റെ ജീവിതവും പൂർണ്ണമായിട്ട് ദൈവത്തിന് അർപ്പിച്ചതാണ്. എനിക്കൊരു വിവാഹം വേണ്ട എന്ന് കരുതി ജീവിച്ച വ്യക്തിയാണ് ഔസേപ്പ് പിതാവ്. ദൈവികത്തിൻ്റെ പദ്ധതിയാലാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഭർത്താവായിട്ട് മാറ്റപ്പെട്ടത്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ്. കാരണം ഏതൊരു മനുഷ്യൻ്റെ കൂടെ ഇണയായിട്ട് ആര് വരണമെന്നുള്ളത് സ്വർഗത്തിൻ്റെ തീരുമാനമാണ്. ഇപ്പം നമ്മളുടെയൊക്കെ വിവാഹത്തിൽ ജീവിത പങ്കാളിയെ ലഭിച്ചത് മനുഷ്യരുടെ പദ്ധതിയല്ല എന്ന് നമുക്കറിയാം. അതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞാൻ നിനക്ക് ചേർന്ന ഇണയെ നൽകും. നമ്മളെല്ലാവരും വിവാഹിതരാണ്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ജീവിത പങ്കാളിയും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സൃഷ്ടിയാണ്. അത് ഞാൻ നിനക്ക് ചേർന്ന ഇണയെ നൽകുമെന്നാണ് സ്വർഗത്തിൻ്റെ വാഗ്ദാനം. പലപ്പോഴും ഞാൻ എൻ്റേതായിട്ടുള്ള ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞൊരു സത്യം എന്ന് വെച്ചാൽ, എനിക്ക് തന്ന ജീവിത പങ്കാളിയെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കുറവിനെ എടുത്തു കാണിക്കാതെ, എൻ്റെ കുറ്റങ്ങളെ എടുത്തു കാണിക്കാതെ അത് സഹിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ഇത്തരത്തിൽ രൂപാന്തരം വന്നതെനിക്ക്. കാരണം ഞാൻ ഇങ്ങനത്തെ ഉള്ള വ്യക്തിത്വം ആയിരുന്നില്ല. എസെക്കിയേൽ പ്രവാചന പുസ്തകത്തിൽ പറയുന്നില്ല 36-ാം അധ്യായം 26-ാമത്തെ വാക്യം, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഹൃദയം നൽകും. ഒരു ശിലാതുല്യമായ ഹൃദയമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. യഥാർത്ഥത്തിലുള്ള സ്നേഹത്തിൻ്റെ തുടിപ്പെന്തെന്നോ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്നോ അറിയാത്തൊരു വ്യക്തിത്വത്തെ അതിൻ്റെതായ പൂർണ്ണതയിൽ ഒപ്പിയെടുത്തുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് കുറ്റം പറയാതെ വിധിക്കാതെ എനിക്ക് വേണ്ടി സ്നേഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്നിലേക്ക് ആ ഹൃദയത്തിലൊരു മാറ്റം വന്നു. അതാണ് ഈ കസേരയിൽ ഇന്നിരിക്കാനായിട്ട് എന്നെ അനുവദിക്കുന്നത്. ഇത് തന്നെയാണ് ആ കുടുംബത്തിൽ സംഭവിച്ചത്. പരസ്പരം കുറ്റം ചാരാതെ, പരസ്പരം വിധിക്കാതെ, തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം സ്വർഗത്തിൻ്റെതാണെന്നുള്ള വലിയ ബോധ്യം സ്വീകരിച്ചുകൊണ്ട്
ഈ അപ്പനും അമ്മയും ഈ ഔസേപ്പിതാവും മറിയവും പുത്രന് വേണ്ടി ജീവിച്ചു. ഔസേപ്പിതാവിൻ്റെ വലിയൊരു നേട്ടമെന്ന് വെച്ചാൽ ഒത്തിരി സംസാരിക്കാതെ എന്നാൽ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ ദൈവമായിട്ട് സംസാരിച്ചുകൊണ്ട് ജീവിച്ചു പോകുന്നൊരു വ്യക്തിത്വമായിരുന്നു. ആ ഒരു അവസ്ഥ, ആ ഒരു രീതി നമ്മൾക്ക് ഒരു പരിചയിച്ച് ജീവിക്കണമെന്നാണ് സ്വർഗം ഇന്ന് നമ്മളോട് എല്ലാവരോടും കൽപ്പിക്കുന്നത്. നീ സംസാരിച്ചോ, പക്ഷെ അത് ദൈവത്തോടായിരിക്കട്ടെ. നിൻ്റെ അധരം തുറക്കുന്നത് അപൂർവമായിട്ട് മാത്രം. അത്യാവശ്യം നീ സംസാരിക്കുക, എന്നാൽ കുറച്ച് മാത്രം നീ ലോകത്തോട് സംസാരിക്കുക, പക്ഷെ കൂടുതൽ സ്വർഗത്തോട് സംസാരിക്കുക, നിൻ്റെ ദൈവത്തോട് ഇത് ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്ത ഒരു രീതിയാണ് ഔസേപ്പിതാവ്. ആ കുടുംബത്തിൽ ഒരു നല്ലൊരു വിശ്വസ്തനായ പാലകനായ ഒരു വ്യക്തിത്വമാണ്. ഞാൻ മുൻപ് നമ്മളെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതുപോലെ നല്ല ഒരു പരിചയമായിരുന്നു ഇത്. നമ്മളും നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു പരിചയമായിരിക്കണം. ഏറി വരുന്നത് മുഴുവനും തടുക്കത്തക്കവണ്ണമുള്ള ഒരു നല്ലൊരു പരിചയമായിട്ട് നമ്മുടെ കുടുംബത്തിൽ മാറാമെങ്കിൽ ഒരു അസ്വസ്ഥതകൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകില്ല. ഔസേപ്പിതാവ് ഈശോയ്ക്ക് നല്ലൊരു അപ്പനായിരുന്നു അല്ലേ? മറിയത്തിന് നല്ലൊരു ഭർത്താവായിരുന്നു. മതജമിനോട് പറഞ്ഞതുപോലെ ഒരു കുടുംബത്തിലെ അപ്പനായ ഞാൻ ഔസേപ്പിതാവിനെ പോലെയും അമ്മയായ നമ്മുടെ ഭാര്യമാർ പരിശുദ്ധ മറിയത്തെ പോലെയും ആയിരിക്കുമ്പോൾ ആ കുടുംബത്തിലെ മക്കൾ ഈശോയെ പോലാവും. ആ കുടുംബം ഭൂമിയിലെ തിരുകുടുംബമാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഔസേപ്പിതാവിൻ്റെ ജീവിതം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും അല്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ കടന്നു വന്നു, എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നു, എന്തെല്ലാം തകർച്ചയിലൂടെ കടന്നുപോയി. നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്ന വളരെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. നീതിമാനായ മത്തായിയുടെ സുവിശേഷം 1:19 പറയുന്നുണ്ടല്ലേ, അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ. അത് ഔസേപ്പിൻ്റെ പേഴ്സണൽ തീരുമാനമായിരുന്നു അല്ലേ? മനസ്സമ്മതം കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ ഒരു ഗർഭിണിയാകാൻ പോകുന്ന പറഞ്ഞാൽ അവസാനം വെച്ച് നോക്കിയേ, രഹസ്യമായിട്ട് വചനം പറഞ്ഞു രഹസ്യമായിട്ട് മറിയത്തെ ഉപേക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ വചനം അടുത്ത് പറയാണ്, ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഔസേപ്പിതാവ്. ഇനി എന്ത് ചെയ്യണം? ഒരു മാനുഷികമായി ചിന്തിച്ചിരിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? മത്തായിയുടെ സുവിശേഷം 1:20 പറയാണ്, കർത്താവിന് ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു. കർത്താവിന് ദൂതൻ എന്ന് പറഞ്ഞാൽ ദൈവപിതാവ് തന്നെയല്ലേ? ദൈവപിതാവിൻ്റെ പ്രതിനിധിയാ ദൂതൻ. ശരിക്കും ദൈവപിതാവിൻ്റെ അവിടെ സംസാരിക്കുന്നത് എന്താ പറയുന്നത്? ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്ന പേരിനൊപ്പം തലമുറയുടെ പേര് ഉപയോഗിക്കുക അല്ലേ? പഴയ നിയമത്തിലേക്ക് പോവുക. പിതാവായ ദൈവം നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുക. അവിടെ ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ദാവീദിൻ്റെ കുലത്തിൽപ്പെട്ട ജോസഫ് എന്ന നീതിമാനായ മനുഷ്യനോട് പിതാവായ ദൈവം ദൂതനിലൂടെ സംസാരിക്കുകയാണ്. ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ആ മാനുഷികമായ തീരുമാനത്തെ ഔസേപ്പിതാവ് എടുത്തു മാറ്റി അവിടെ ദൈവീകത കണക്ട് ചെയ്തു. ദൈവം എന്നോട് സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ശാന്തനായ, ഒന്നിനും ഉത്തരം കൊടുക്കാത്ത, ഒന്നിനും പ്രതികരിക്കാത്ത, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഔസേപ്പിതാവ് അത് ഹൃദയത്തിൽ സ്വീകരിച്ചു. അടുത്ത വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? മത്തായി 1:24, ജോസഫ് നിദ്രയിൽ ഉണർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പിന്നീടുള്ള യാത്ര മുഴുവൻ ആ ആത്മാവിനെ നയിക്കപ്പെടുകയായിരുന്നു. ആ പരിശുദ്ധ ഗർഭിണിയായ മറിയത്തെ കൊണ്ടുപോയപ്പോഴും ആ സഹനങ്ങൾ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട്. ഹെബ്രായർ 12:2 പറയുന്നതല്ലേ, വിശ്വസ്തനും പൂർണ്ണമായ യേശുവിനെ മുന്നിൽ കണ്ടു ഓടണം. ഔസേപ്പിതാവ് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ബാക്കി എല്ലാ മേഖലകളും ദൈവം സമാധാനമായിട്ട് വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം, ഓരോ വിശുദ്ധരുടെയും ജീവിതം നമുക്ക് വലിയ മാതൃകയാണ്. മറ്റു മതസ്ഥർ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളൊക്കെ കത്തോലിക്കരായിട്ടുള്ള നമ്മളെ വിമർശിക്കാറുണ്ട്. നിങ്ങളൊക്കെ വിശുദ്ധരെ ആരാധിക്കുന്നു എന്ന തരത്തിൽ. നമ്മളാരും ഒരിക്കലും ഒരു വിശുദ്ധനെയും ആരാധിക്കുന്നില്ല. വിശുദ്ധ ഔസേപ്പിതാവിനെ നമ്മൾ ആരാധിക്കുന്നില്ല. അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, വണങ്ങുന്നു. അതിലുപരി അവരുടെ ജീവിത മാതൃകയാണ് നമ്മൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. അവർക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റിയെങ്കിൽ എനിക്കും സാധിക്കും. കാരണം നമുക്ക് മുമ്പേ നല്ല ഓട്ടം ഓടി വിജയകിരീടം നേടിയവരാണ് ഓരോ വിശുദ്ധരും. വിശുദ്ധ ഔസേപ്പിതാവും. നമ്മുടെ സ്കൂളുകളിൽ
മുതിർന്ന കുട്ടികളെ, കൊച്ചു കുട്ടികളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നിയോഗിക്കാറുണ്ട്. പുറത്ത് അവരെ എന്തൊരു ടൂറിന് കൊണ്ടുപോവാണ്, മുതിർന്ന കുട്ടികളെ ഏൽപ്പിക്കും ഇവരെ ഗൈഡ് ചെയ്യാൻ. കാര്യം അവർ ഈ അവസ്ഥയിലൂടെ കടന്നു പോയവരാണ് ഈ മുതിർന്ന കുട്ടികൾ. അപ്പോൾ അവർക്കറിയാം എങ്ങനെ ഗൈഡ് ചെയ്യണം. അപ്പം അങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന വ്യക്തികളാണ് വിശുദ്ധർ ഓരോരുത്തരും. വിശുദ്ധ ഔസേപ്പിതാവ്, വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം നമുക്ക് വലിയൊരു മാതൃകയാണ്. നമുക്ക് ഓരോരുത്തർക്കും വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു ഉത്തമ മാതൃക നമ്മുടെ മുമ്പിലുള്ളതാണ് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ജീവിതം. ഇപ്പോൾ ഔസേപ്പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതം നമ്മൾ നോക്കുമ്പം, മാതാവ് കന്യാവ്രതം സ്വീകരിച്ച വ്യക്തിയാണ്. ആ മാതാവിന് വിവാഹശേഷവും കന്യകയായി തുടരാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ഔസേപ്പിതാവ് ബ്രഹ്മചാരിയായി ജീവിക്കാനായിട്ട് തീരുമാനമെടുത്തുകൊണ്ടാണ്. അപ്പം മാതാവിൻ്റെ ആ തീരുമാനത്തെയും ഔസേപ്പിതാവ് അവിടെ മാനിക്കുകയാണ്. അതുപോലെ മാതാവിനെ ഔസേപ്പിതാവ് എങ്ങനെയാണ് പരിഗണിച്ചത്? ദൈവകുമാരൻ്റെ അമ്മയാണെന്നുള്ള എല്ലാ ആദരവും കൊടുത്തുകൊണ്ടാണ് പരിശുദ്ധ മറിയത്തെ ഔസേപ്പിതാവ് ട്രീറ്റ് ചെയ്തത്, സേവിച്ചത്, ആദരിച്ചത്. അപ്പം അത് നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ വലിയൊരു മാതൃകയാണ്. അതുപോലെ ഔസേപ്പിതാവിനെ കുറിച്ച് പറഞ്ഞത് കന്യാവ്രതക്കാരുടെ കാവൽക്കാരനാണ്. അപ്പോൾ നമ്മളൊക്കെ വിവാഹിതരാണ്, എന്നാലും നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്, അല്ലേ? അപ്പോൾ ഒന്ന് തെസ്സലോനിക്കർ 4:3 പറയുന്നത് പോലെ നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഇനി എന്തുമാത്രം ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം? പത്രോസ്ലിഹ പറയുന്നുണ്ട്, 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ സകല കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. അപ്പം ചില കാര്യങ്ങളിൽ മാത്രമുള്ള വിശുദ്ധി അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ ഭാവനയിൽ ഒക്കെ, എൻ്റെ മനോഭാവത്തിലും എല്ലാം വിശുദ്ധി വേണം, മാറ്റങ്ങളുണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് തന്നെ ഒരിക്കലും സാധ്യമല്ല. അപ്പം അതിന് നമ്മളെ തീർച്ചയായും സഹായിക്കാൻ വിശുദ്ധ ഔസേപ്പിതാവിന് സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ജഡികമായിട്ടുള്ള പാപങ്ങളുടെ പ്രലോഭനങ്ങളുടെ അതിപ്രസരമുണ്ടാകുമ്പോൾ, തഴക്കദോഷങ്ങളിൽ അടിപ്പെട്ട് കഴിയുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയാണ്. ഈ ഔസേപ്പിതാവെ, ശരീരത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, മനസ്സിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ, ഹൃദയത്തിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം അതിനുള്ള കൃപ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് നൽകും. മാതാവ് ഗർഭിണിയായിരിക്കുമ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നപ്പോഴും ഇവിടെയൊന്നും പരസ്പരം അവർ കുറ്റപ്പെടുത്തുകയോ ഭാരപ്പെടുകയോ ചെയ്തിട്ടില്ല. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ശാന്തതയിൽ ജീവിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ബാലനായ യേശുവിനെ കാണാതെ പോകുമ്പോൾ പോലും ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. അവിടെയും ശാന്തതയാണ് നമ്മൾ ദൃശ്യമായി കാണുന്നത് സുവിശേഷത്തിലാണെങ്കിലും. പക്ഷെ ഒത്തിരി ആശ്രയത്വം ദൈവത്തിൽ ഈ ഔസേപ്പിതാവ് കാണിച്ചിരുന്നു. ഒത്തിരി ആശ്രയത്വം എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുമ്പോഴും ഇത് ദൈവത്തിൻ്റെ അറിവോടുകൂടിയാണെന്നുള്ളൊരു വലിയ ബോധ്യം ഈ ഔസേപ്പിതാവിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കാരണം ആ ഉണ്ണിയേശു ദൈവത്തിൻ്റെ സ്വന്തമായ ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള വലിയ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അവിടെ പിതാവിനെ പോലെ തന്നെയാണ് ഔസേപ്പിതാവ് ജീവിച്ചത്. ആ ഉണ്ണിയേശുവിൻ്റെ മുമ്പിൽ സ്വന്തം പിതാവിനെ പോലെ ഔസേപ്പിതാവ് ജീവിച്ചു. സങ്കീർത്തനത്തിലൊരു വാക്കുണ്ട്, 127 സങ്കീർത്തനം 3 വാചകം. അതിങ്ങനെയാണ് പറയുന്നത്, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയുമ്പോൾ മനുഷ്യ ഇത് നിൻ്റെ കഴിവല്ല എന്നും കൂടി അതിലർത്ഥമുണ്ട്, ഇല്ലേ? ഇത് ദാനമായ എൻ്റെ മക്കളെ ഞാൻ എത്രത്തിലാണ് വളർത്തുന്നത്? അവരെ വളർത്താൻ ഞാൻ ഏത് രീതിയിലാണ് ദൈവത്തിൽ ആശ്രയിക്കേണ്ടത്? അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവരുടെ വളർച്ചയെ ഏത് ദിശയിലേക്കാണ് നയിക്കേണ്ടതെന്നും കൂടി ഞാൻ കാണിച്ചു കൊടുക്കണം, അല്ലേ? ഇവിടെയല്ല ഞാനൊരു ഔസേപ്പിതാവിൻ്റെ ഒരു അവസ്ഥ ഇവിടെ കുടുംബത്തിൽ കൈവരിക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും പല കുടുംബങ്ങളിലും ചിലപ്പോൾ ഒരു കുപ്പിച്ചില്ല് പോലെ എന്നുവെച്ചാൽ എടുക്കാൻ പോയാലും വന്ന് വീണാലും മുറിവേൽക്കുന്നൊരവസ്ഥ. അങ്ങനെ ഒരു മുറിപ്പാടുള്ള വ്യക്തിയായിട്ട് മാറാതെ ശാന്തതയിൽ എല്ലാം ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട്
ദൈവത്തിൽ പൂർണ്ണമായിട്ട് ശരണപ്പെട്ടുകൊണ്ട് ഒരു മാതൃക പുരുഷനായിട്ട് ഔസേപ്പിതാവ് നീതിമാനായ ഒരു വ്യക്തിയായിട്ട് ജീവിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു പാലകനായ ഔസേപ്പിതാവായി ജീവിച്ചതുപോലെ, ആ ഒരു ഉത്തരവാദിത്വം നമ്മൾക്ക് ദാനമായി നൽകിയ മക്കളുടെ മുമ്പിൽ കാഴ്ചവെക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. പിതാക്കന്മാരെന്നുള്ള രീതിയിൽ നമ്മൾക്കുണ്ട്. കാരണം അവർ പഠിക്കേണ്ട ഒരു വലിയ പാഠപുസ്തകം ഏതാ? അപ്പനായ എന്നിൽ നിന്നും കൂടിയാണ്. അപ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ കാണിക്കുന്ന ഭക്തി, എൻ്റെ പിതാവിനോട് കാണിക്കേണ്ട പ്രാർത്ഥനയുടെ രീതികൾ, ഇതെല്ലാം അവർ കണ്ട് വളരുമ്പോൾ അവരെ വേറെ കാര്യത്തിലൊന്നും ഉപദേശിക്കേണ്ടി വരില്ല. ഔസേപ്പിതാവ് ജീവിച്ചു, അല്ലെങ്കിൽ മറിയത്തിൻ്റെ മുമ്പിൽ നല്ലൊരു ഭർത്താവായി വിശ്വസ്തനായി മാറി എന്നുള്ളതിൽ മാത്രമല്ല, മറിച്ച് അവിടെ സ്വർഗം എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചുവോ ആ ഉത്തരവാദിത്വം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അവിടെ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ, ചില കുറവുകളെ, ഏറ്റക്കുറച്ചിലുകളെ ഒന്നും ഔസേപ്പിതാവ് വിധി കൽപ്പിക്കുന്നില്ല. എല്ലാം അവിടെ വിധേയപ്പെട്ടുകൊണ്ട് ജീവിച്ചു പോകും. ഞാൻ ഓർക്കുക, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഔസേപ്പിതാവിൻ്റെ വർഷമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ മനോഹരമായ പ്രാർത്ഥന പഠിപ്പിക്കാൻ വേണ്ടി സഭയെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ എല്ലാ ദിവസവും എൻ്റെ പേഴ്സണൽ പ്രയറിൽ അന്ന് മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അത് സഭയിൽ പ്രഖ്യാപിച്ച അന്ന് മുതൽ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും എത്തിക്കാറുണ്ട്. മാർപ്പാപ്പ ഇങ്ങനെയാണ് ആ പ്രാർത്ഥന ആരംഭിക്കുന്നത്: ദിവ്യരക്ഷകൻ്റെ പ്രിയ കാവൽക്കാര, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. വീണ്ടും പറയാം, രണ്ടാമത്തെ ആശയം: പരിശുദ്ധ കന്യകനാഥയുടെ ഭർത്താവെ, അങ്ങേ കരങ്ങളിൽ ദൈവം തൻ്റെ ഏകജാതൻ യേശുവിനെ പരമേൽപ്പിച്ചു. ഓക്കെ, ഏകജാതൻ യേശുവിനെ ഔസേപ്പിതാവിൻ്റെ കയ്യിൽ പരമേൽപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും പറയാണ്, പരിശുദ്ധ മറിയം അങ്ങിൽ ഏറെ വിശ്വാസം അർപ്പിച്ചു. മറിയത്തിൻ്റെ ആ വിശ്വസ്തതയും കൂടി അവിടെ എടുത്ത് പറയാണ്, ഔസേപ്പിതാവിനുള്ള ആ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന്. വീണ്ടും മാർപ്പാപ്പ പറയാണ്, അങ്ങയുടെ കൂടെയും അങ്ങിലും ക്രിസ്തു ഒരു സമ്പൂർണ്ണ മനുഷ്യനായി. ഔസേപ്പിതാവിലൂടെ ദൈവത്തിൻ്റെ പദ്ധതി ക്രമീകരിക്കുന്ന മനോഹരമായ പ്രാർത്ഥന. അടുത്ത ഘട്ടം മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ്. മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്, ഔസേപ്പിതാവേ, ഞങ്ങൾ അങ്ങയിൽ അഭയം തേടുന്നു. ജീവിതപാതയിൽ അങ്ങ് ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. വീണ്ടും പറയാണ്, ഞങ്ങൾക്കായി കൃപയും കാരുണ്യവും ആത്മധൈര്യവും നേടിത്തരണമേ. വീണ്ടും മാർപ്പാപ്പ പറയണേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. ഈ മനോഹരമായ പ്രാർത്ഥന എൻ്റെ പേഴ്സണൽ പ്രയറിൽ എത്തിക്കുമ്പോൾ ആ ഔസേപ്പിനുള്ള സ്നേഹവും ആ ബഹുമാനവും എല്ലാം നമുക്ക് വർദ്ധിക്കുകയാണല്ലേ. ഔസേപ്പിൻ്റെ ഗുണങ്ങൾ എന്ത് പ്രശ്നം വന്നപ്പോഴും ആത്മധൈര്യത്തോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, അനുസരണത്തോടെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ആ കുടുംബം ശരിക്കും നമ്മളൊക്കെ ഇതൊക്കെ മാതൃകയാക്കുകയാണെങ്കിൽ ആത്മധൈര്യവും വിശ്വസ്തതയും അനുസരണവും, നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ മൗനമായിരുന്നു അല്ലേ ഏറ്റവും വലിയ പ്രത്യേകത. ആ മൗനത്തിലൂടെ ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു ഹൃദയൈക്യം, ഇതൊക്കെ നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ, അപ്പനായ ഞാൻ എൻ്റെ കുടുംബത്തിനൊരു മാതൃകയായി കഴിഞ്ഞാൽ, എൻ്റെ കുടുംബം തീർച്ചയായിട്ടും ഈ ഭൂമിയിലെ തിരുക്കുടുംബമായിട്ട് രൂപാന്തരം പ്രാപിക്കും. ഏതൊരു തൊഴിലിനും മാന്യതയുണ്ട്. അധ്വാനിച്ച് ഞാൻ എൻ്റെ കുടുംബം പുലർത്തണം എന്ന മാതൃകയാണ്. ദൈവത്തിൻ്റെ വചനം വളരെ കൃത്യമായി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അധ്വാനിച്ച് ജീവിക്കുക, ഭക്ഷിക്കുക എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം. അത് അക്ഷരം പ്രതി ജീവിതത്തിൽ നിറവേറ്റിയ വ്യക്തിയാണ് ഔസേപ്പിതാവ്. ഔസേപ്പിതാവിൻ്റെ മാതാവിൻ്റെ ജീവിതം ഒരു മാജിക്കൊന്നുമല്ലായിരുന്നു. അവരുടെ കൂടെയുള്ളത് ലോകത്തിൻ്റെ മുഴുവൻ്റെയും ഉടയവനായ ദൈവപുത്രനാണ്. പക്ഷെ വലിയ ഞെരുക്കത്തിലൂടെയായിരുന്നു അവരുടെ ജീവിതം മുഴുവൻ. ഔസേപ്പിതാവ് കുടുംബം പുലർത്തിയത് നെറ്റിയിലെ വിയർപ്പ് കൊണ്ടാണ്. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുടുംബം പുലർത്തിയ വ്യക്തിയാണ് ഔസേപ്പിതാവ്. നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയാണ്. ദൈവം ഒരു കുടുംബം എന്നെ ഭരമേൽപ്പിക്കുമ്പം എൻ്റെ ജീവിത പങ്കാളിയെയും എൻ്റെ മക്കളെയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളർത്താൻ, പരിചരിക്കാൻ ഒരു വലിയ ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു പക്ഷേ നമ്മൾ ഈ എല്ലാവരും അല്ലെങ്കിൽ കൂടിയും ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന്, ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാകാൻ പലരും. ഇവിടെ ഔസേപ്പിതാവ് നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയാണ്. ഒരു പ്രതിസന്ധികളുടെ മുമ്പിൽ അദ്ദേഹം ഓടി ഒളിച്ചില്ല. എല്ലാറ്റിനെയും സധൈര്യം വിശുദ്ധ ഔസേപ്പിതാവ് നേരിട്ടു. അതുപോലെ ഔസേപ്പിതാവിനെക്കുറിച്ച് പറയുമ്പം ഉണ്ണിയേശുവിനെ നമ്മളെ പ്രാർത്ഥനയിൽ ഔസേപ്പിതാവിനോടുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. ഉണ്ണിയേശുവിനെ മരണകരമായ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ചതുപോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ഞാനിവിടെ
ദുബായ് വർക്ക് ചെയ്യുന്നു. എൻ്റെ കുടുംബം നാട്ടിലാണ്, എൻ്റെ ഭാര്യയും എൻ്റെ 3 മക്കളും നാട്ടിലാണ്. ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്: യൗസേപ്പ് പിതാവേ, ഉണ്ണിയേശുവിനെ മരണകരമായ അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ചതുപോലെ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ, എൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ. എനിക്ക് ഉറപ്പാണ് യൗസേപ്പ് പിതാവ് എൻ്റെ മക്കൾക്ക് കൂട്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. അതുപോലെ യൗസേപ്പ് പിതാവിൻ്റെ ജീവിതം നമ്മളെ സഹായിക്കുന്ന മറ്റൊന്ന്, നല്ലൊരു ഭർത്താവാകാൻ. ഒരു നല്ല ഭർത്താവിന് മാത്രമേ നല്ലൊരു അപ്പനാകാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് രണ്ടും യൗസേപ്പ് പിതാവിന് സാധിച്ചു, അല്ലേ? നല്ലൊരു ഭർത്താവാകാൻ സാധിച്ചു, നല്ലൊരു അപ്പനാകാൻ സാധിച്ചു, കുടുംബത്തെ അധ്വാനിച്ച് പുലർത്താനായിട്ട് സാധിച്ചു. എല്ലാ അപകടങ്ങളിൽ നിന്നും ഉണ്ണിയേശുവിനെയും മറിയത്തെയും സംരക്ഷിക്കാനായിട്ട് യൗസേപ്പ് പിതാവിന് പറ്റി. ആ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥ ശക്തി കൊണ്ട് നമ്മുടെ കുടുംബങ്ങളെയും ഒരപ്പനെന്ന നിലയിൽ വളർത്താൻ, സംരക്ഷിക്കാൻ നമുക്ക് പറ്റും. നല്ലൊരു ഭർത്താവാകാൻ, നല്ലൊരു അപ്പനാകാൻ നമുക്ക് പറ്റും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥം മൂലം. സ്വർഗം നേരിട്ട് സംസാരിച്ച വ്യക്തിത്വങ്ങളാണ് ഇവർ രണ്ടുപേരും, ഈ യൗസേപ്പ് പിതാവും മറിയവും. എന്നിട്ടും അവരുടെ ജീവിതത്തിൽ എവിടെയാണ് സമൃദ്ധി? മാനുഷികമായ കണ്ണുകൊണ്ട് കാണുന്നൊരു സമൃദ്ധി അവർക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല. അവരുടെ ജീവിതത്തിൽ ഒന്നിടവിട്ട് സഹനങ്ങൾ കടന്നു വരുന്നു. പ്രതീക്ഷിച്ചതുപോലെയല്ല ജീവിതം സംഭവിച്ചത്. ഉണ്ണിയേശുവിൻ്റെ ഗർഭിണിയായിരിക്കുമ്പോൾ അവിടെ നിന്ന് നസ്രത്തിലേക്ക് പോകേണ്ടി വരുന്നു. പ്രസവത്തിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ആ ബെത്ലഹേമിൽ ഒരു ഭവനം പോലും തുറന്നു കൊടുക്കാതെ വരുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? പുത്രനായ യേശുവിന് ഈ ഭൂമിയിലേക്ക് കടന്നു വരാനായിട്ട് ഒരിടവും കിട്ടാതെ അലയുന്ന 2 സൃഷ്ടികൾ. ഈ 2 പേരെയും സ്വർഗം തിരഞ്ഞെടുത്തതാണ്. പക്ഷെ അവർ അനുഭവിച്ച സഹനങ്ങൾ നിസ്സാരമാണോ? നമ്മളുടെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിത്വമാണ്, അല്ലെങ്കിൽ ഞാൻ മുഴുവൻ സമയവും ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്, ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയാണ്, ഞാൻ എപ്പോഴും ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ദാനം കൊടുക്കുന്ന വ്യക്തിയാണ് എന്നെല്ലാം കണക്ക് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ പോരാടുന്ന വ്യക്തിത്വമാണ് നമ്മളുടേത്. ഞാൻ ഇത്രമാത്രം ദൈവത്തോട് അടുത്തിട്ടും എനിക്കെന്തുകൊണ്ട് ഈ ദുരിതം എന്ന് പരാതിപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ തെളിയുന്നൊരു ചിത്രമാണ് യൗസേപ്പ് പിതാവിൻ്റെത്. ആ തങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് ജീവിതം തുറന്നു കൊടുത്തുകൊണ്ട് കിട്ടുന്ന സഹനങ്ങൾ മുഴുവനും ആ സഹനത്തിൻ്റെ ജീവിതത്തിൽ പിറുവിറുക്കാതെ, ആരെയും കുറ്റപ്പെടുത്താതെ, അതെല്ലാം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിച്ചു വന്നപ്പോൾ ആ ദൈവിക പദ്ധതി അവിടെ പൂർത്തിയാകുമായിരുന്നു. ഇത് തന്നെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ഒരു വലിയ പദ്ധതി. ഈ ജീവിതകാലത്ത് നിനക്കിടുന്ന സഹനങ്ങൾ, നൊമ്പരങ്ങൾ, ഞെരുക്കപ്പെടുന്ന അനുഭവങ്ങൾ, ഇതൊക്കെ അറിയുന്നൊരു ദൈവമുണ്ട്. പക്ഷെ നീ അത് ശാന്തതയിൽ അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഫലം ഒത്തിരി പേർക്കുള്ള നന്മയായിരിക്കാം. ഒരുപക്ഷെ നീ രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം. അപ്പോൾ നീ പരാതിപ്പെട്ട് പോകുകയോ, ഞാൻ നിന്നെ വിളിക്കുന്നതല്ലേ, എന്തുകൊണ്ട് ഈ അനുഗ്രഹം എനിക്കില്ല? പക്ഷെ നീ ദൈവപൈതലാണെങ്കിൽ നീ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം തരുന്ന ആ സഹനത്തിലും ആ ഒരു ചൂടിലും നിൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പിടിവിടാതെ ഏറ്റവും വിശ്വസ്തനായിട്ട് യൗസേപ്പ് പിതാവ് നിന്നതുപോലെ ഏറ്റവും വിശ്വസ്തയോടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുക. നിൻ്റെ ജീവിതത്തിൽ സഹനമുണ്ടാകാം, ചൂടുണ്ടാകാം, സമൃദ്ധി ഉണ്ടാകാം, ക്ലേശങ്ങളുണ്ടാകാം, ഒറ്റപ്പെടലുണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ ആ ഒരു ദൈവ പൈതൽ എങ്ങനെയാണോ ജീവിക്കേണ്ടത് അത് യൗസേപ്പ് പിതാവിനെ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് രൂപാന്തരപ്പെടുത്താൻ സാധിക്കും നമ്മുടെ കുടുംബത്തിൽ. അപ്പോൾ കർത്താവ് പറയുന്ന ഒറ്റ വാക്ക് ഇതാണ്, 118 സങ്കീർത്തനം 8 വാക്യം: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ അഭയം തേടുന്നതാണ്. നമ്മളുടെ അഭയം എവിടെയായിരിക്കണം? നമ്മുടെ ആശ്രയത്തെ എവിടെയായിരിക്കണം? ദൈവത്തിൻ്റെ കരങ്ങളിലായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ഗലാത്യക്കാർക്ക് എഴുതിയ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ അതിനൊരു സൂചനയാണ് നൽകുന്നത്. നമ്മളെ കൃപയാലാണ് തിരഞ്ഞെടുത്തത്. എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ കൃപയാൽ എന്നെ ദൈവം തിരഞ്ഞെടുത്തു. ആ കൃപ നഷ്ടപ്പെട്ടു പോകാതെ നീതിമാനായ യൗസേപ്പ് ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായിട്ട് ജീവിച്ചതുപോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു വിശുദ്ധ പദവി ലഭിക്കത്തക്കവണ്ണം ഒരു വിശുദ്ധനായിട്ട് എല്ലാറ്റിലും ഉപരി നമ്മുടെ കുടുംബത്തിൽ ഒരു വിശുദ്ധ ജീവിതം നയിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതം രൂപാന്തരീകരണം വരുവാൻ, യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നമ്മൾ മാറുവാൻ വിശുദ്ധ യൗസേപ്പ് പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ.
ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം